ഹായ് എവ്രി വൺ. ബാങ്കിങ് സബ്ജക്റ്റിലെ റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജി ഇൻ ബാങ്കിങ് എന്ന് പറയുന്നൊരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാങ്കിങ് സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല പല ടെക്നോളജി ചേഞ്ചസും അതുപോലെ പുതിയ പുതിയ ട്രെൻഡുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ബാങ്കിൽ പോവാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് കേവലം ഒരു മൊബൈൽ ഫോണിൻ്റെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെയോ സഹായത്തോടു കൂടി നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. അങ്ങനെ ഒരുപാട് ട്രെൻഡുകളും അല്ലെങ്കിൽ ടെക്നോളജി മാറ്റങ്ങളും ബാങ്കിങ് സെക്ടറിൽ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഓരോന്നും, എന്തൊക്കെയാണ് പുതിയ പുതിയ ടെക്നോളജീസ് എന്നും അതുപോലെ മാറി മാറി വരുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡിജിറ്റൽ ബാങ്കിങ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഡിജിറ്റൽ ബാങ്കിങ്. അതായത് നമ്മൾ ബാങ്കിൽ പോവാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ലോൺ പേ ചെയ്യാൻ പറ്റും, EMIs പേ ചെയ്യാൻ പറ്റും, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും, ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോടു കൂടി ചെയ്യുന്ന ഒരു ബാങ്കിങ് സിസ്റ്റമാണ് ഡിജിറ്റൽ ബാങ്കിങ്. ഓക്കെ, ഇപ്പോൾ ഡിജിറ്റൽ ബാങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ബാങ്കുകൾ പലതരം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്, ATM ഫെസിലിറ്റി, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ചെക്സ്, ദെൻ SMS ബാങ്കിങ്, നെഫ്റ്റ്, അങ്ങനെ ഒരുപാട് ഡിജിറ്റൽ ബാങ്കിങ് സർവീസസ് ബാങ്കിങ് സെക്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോന്ന് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ATM എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ഓട്ടോമാറ്റിക് അല്ല, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ചിലവരതിനെ എനി ടൈം മണി എന്നും പറയാറുണ്ട്. പക്ഷേ ATMൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ ഒരിക്കലും എനി ടൈം മണി എന്ന് എഴുതരുത്. അതിൻ്റെ യഥാർത്ഥ രൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ATM സൗകര്യം നമ്മളുടെ ലോകത്തെമ്പാടും സ്റ്റാർട്ട് ചെയ്യുന്നത് 1970s. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM ഫെസിലിറ്റി വരുന്നത് 1987 1987 HSBC ആണ് ആദ്യമായിട്ട് ATM ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. HSBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്ക് കോർപ്പറേഷനാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ATM ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ATM? നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ATM. അപ്പോൾ ATM എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ബാങ്കിങ് ഔട്ട്ലെറ്റ് ആണ്. നമുക്ക് ബാങ്കിൽ പോവാതെ തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാനും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ അക്കൗണ്ടിങ് ബാലൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി എടുക്കാനും ഇതൊക്കെ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് ബാങ്കിങ് ഔട്ട്ലെറ്റ് ആണ് ATM. നമുക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും 24/7 ATM ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് ATM ഔട്ട്ലെറ്റിൽ പോയിട്ട് ഏത് ടൈം വേണമെങ്കിലും അക്കൗണ്ടിൽ നിന്നും പൈസ പിൻവലിക്കാം. നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. നമ്മളുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ നമ്മളുടെ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിൻറ്റഡ് കോപ്പി എടുക്കാം. ഇനി വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൂടി മാറ്റാൻ പറ്റും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇല്ലേ, ആ നമ്പർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. ഒരു ATM ഔട്ട്ലെറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ, ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സർവീസസ് ആണ് ATM പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ATM ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു അക്കൗണ്ട് വേണം. നമ്മൾ ബാങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് ATM കാർഡ് പ്രൊവൈഡ് ചെയ്യും. ആ കാർഡിൽ നമുക്കായിട്ടുള്ള ഒരു പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഒരു PIN നമ്പർ ഉണ്ടാവും. ആ PIN നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ATM പ്രൊവൈഡ് ചെയ്യുന്നത്? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എ കാർഡ് ഹോൾഡർ ക്യാൻ വിഡ്രോ മണി ഫ്രം ഹിസ് അക്കൗണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പൈസ പിൻവലിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് അലോസ് ട്രാൻസ്ഫറിങ് ഫണ്ട് ബിറ്റ്വീൻ അക്കൗണ്ട്സ്. നമുക്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനും ATM ഫെസിലിറ്റി കൊണ്ട് പറ്റും. അതുപോലെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് നടത്താനും ATMs നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ലോൺ പേ ചെയ്യാനും യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ ബാലൻസ് എൻക്വയറി ചെയ്യാനും അതുപോലെ നമ്മുടെ അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിൻറ്റഡ് കോപ്പീസ് എടുക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ATMs നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ATMസിൻ്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ATM enables the customer to withdraw their money 24 hours a day, 7 days a week. അതായത് എല്ലാ ദിവസവും ATM ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ ബാങ്കിന് ഹോളിഡേയ്സ് ഉണ്ട്, അതുപോലെ ബാങ്കിങ് അവേഴ്സ് ഉണ്ട്. പക്ഷേ ATM അങ്ങനെയില്ല. നമുക്ക് 24 മണിക്കൂറും എല്ലാ ദിവസവും 24 മണിക്കൂറും അവൈലബിൾ ആണ്. നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള സമയത്ത്, നമ്മളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് പോയിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. ദെൻ ATM കാർഡ് യൂസ് ചെയ്യുന്നത് പൈസ വിഡ്രോ ചെയ്യാനും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ATM കാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then customers can access their account by simply inserting a plastic card into the machine and entering their personal identification number.
അതായത് ATM കാർഡ് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ATM കാർഡ് മെഷീനിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ വരുന്ന ഓപ്ഷൻസിനനുസരിച്ച് നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. അത് വളരെ സിമ്പിളാണ്. Then ATMs are generally installed at busy locations away from the bank such as airport, railway station, shopping mall, etc. അതായത് ഈ ATM ഔട്ട്ലെറ്റുകൾ ഏകദേശം എല്ലാ സ്ഥലത്തും ഉണ്ടാവാറുണ്ട്. ബിസി ടൗൺസിലൊക്കെ ഈ ATM ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുണ്ടാവാറുണ്ട്. ബസ് സ്റ്റാൻഡിൽ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ, അല്ലെങ്കിൽ എയർപോർട്ടിൽ, ഷോപ്പിംഗ് മോളിൽ, നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ബിസി ആയിട്ടുള്ള ലൊക്കേഷനിലൊക്കെ ATM ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമ്മൾ കുറേ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിയർ ബൈ ആയിട്ട് കുറേ ATM ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ATMനെ കുറിച്ച് പറയാനുള്ളത്. The next one is credit card. ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ബാങ്ക് എല്ലാ കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്യാറില്ല. ഗുഡ് കസ്റ്റമേഴ്സിന് മാത്രമാണ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്ന, കൃത്യമായിട്ട് ലോണ് ഒക്കെ റീപേ ചെയ്യുന്ന, അങ്ങനെയുള്ള ഗുഡ് കസ്റ്റമേഴ്സിന് മാത്രമേ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഓഫർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. അതായത് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഒരു 5,000 റുപ്പീസേ ഉള്ളൂ, പക്ഷേ നമുക്കൊരു 15,000-ന് സാധനം വാങ്ങണമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ബാങ്ക് ഒരു ലിമിറ്റ് കൊടുക്കും. ഈ ലിമിറ്റിനകത്ത് കസ്റ്റമേഴ്സിന് എത്ര വേണമെങ്കിലും ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഷോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് വേണമെന്നില്ല. ബാങ്ക് തരുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ലിമിറ്റഡ് എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര വേണമെങ്കിലും ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്വൈപ്പിംഗ് മെഷീനിൽ ഈ കാർഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പർച്ചേസ് മാത്രമേ ചെയ്യാൻ പറ്റൂ. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ നമ്മൾ പിൻവലിച്ച എമൗണ്ട് ഇല്ലേ, ഈ എമൗണ്ട് നമ്മൾ 50 ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിൽ ഇട്ടാൽ മതി. ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാഞ്ഞിട്ട് കൂടി നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യല്ലേ. സോ 50 ഡേയ്സ് സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്ത ആ എമൗണ്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് ക്രെഡിറ്റ് കാർഡ് സ്പെഷ്യാലിറ്റി വരുന്നത്. അപ്പോൾ ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി ബാങ്ക് എല്ലാ കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് ആ ബാലൻസിൻ്റെ അത്രയും നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഡെബിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് ആ ബാലൻസിനനുസരിച്ച് മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോസ് എൻ്റെ അക്കൗണ്ടിൽ ഒരു 10,000 റുപ്പീസാണുള്ളത് ഡെബിറ്റ് കാർഡിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡെബിറ്റ് കാർഡ് കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം 10,000 റുപ്പീസിൻ്റെ സാധനങ്ങളെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് ഞാൻ 15,000-ൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഡെബിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 10,000 അതിൽ നിന്ന് കൊടുക്കാൻ പറ്റും. കാരണം അത്രേ ബാലൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ക്രെഡിറ്റ് കാർഡിൻ്റെ കേസിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അത് ബാങ്ക് തരുന്നൊരു ഫെസിലിറ്റിയാണ്. ഓക്കെ, പക്ഷേ ഡെബിറ്റ് കാർഡിൻ്റെ കേസിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസക്കനുസരിച്ച് മാത്രമേ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാർഡും, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും, ഈ രണ്ട് കാർഡിൻ്റെ കേസിലും നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഷോപ്പിംഗ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ATM കാർഡിൻ്റെ കേസിലാണ് നമുക്ക് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പൈസ പിൻവലിക്കാൻ പറ്റുന്നത്. ആ ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ ഈ ATM കാർഡ് ഒരു ഡെബിറ്റ് കാർഡ് കൂടിയാണ്. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ATM കാർഡ് സ്വൈപ്പ് ചെയ്യാം. പക്ഷേ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് പൈസ പിൻവലിക്കാൻ പറ്റുള്ളൂ. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും പൈസ പിൻവലിക്കാൻ പറ്റില്ല. നമുക്ക് ഷോപ്പിംഗ് മാത്രമേ ചെയ്യാൻ പറ്റൂ. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. അടുത്തതായി നമുക്ക് ബാങ്കിങ് സെക്ടറിൽ വന്നിട്ടുള്ള മറ്റൊരു ടെക്നോളജി പരിചയപ്പെടാം. ദാറ്റ് ഈസ് MCHQ പ്രോഡക്റ്റ്. MCHQ എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആണ്. ജപ്പാൻ ആൻഡ് അതർ ഏഷ്യൻ കൺട്രീസിലാണ് ഇത് കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ളത്. ഇറ്റ്സ് എ മൊബൈൽ ടു മൊബൈൽ പേയ്മെൻറ്റ് ഓപ്ഷൻ. മൊബൈലിൽ നിന്ന് മൊബൈലിലേക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്ന, അതായത് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റാണ് MCHQ പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ മൊബൈൽ ഫോൺ ഒരു വാലറ്റ് പോലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് കരുതൂലേ, ഒരു വാലറ്റ് കരുതൂലേ, അതിന് പകരം നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിൻ്റെ എല്ലാ പേഴ്സണൽ ഇൻഫർമേഷൻസും ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ മാഗ്നറ്റിക് സ്ട്രിപ്പ് സിം കാർഡിലോട്ട് ലോഡ് ചെയ്യും. ഈ സിം കാർഡ് ഇട്ടിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് നടത്താൻ പറ്റും.
ഓക്കെ, അപ്പോൾ നമ്മുടെ സിം കാർഡിൽ, നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സിം കാർഡിൽ നമ്മുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ലോഡ് ചെയ്യും. എന്നിട്ട് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് നടത്താം. ഓക്കെ, അപ്പോൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ആർക്ക് കൊടുക്കും? മെർച്ചൻറ്റിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ മെർച്ചൻറ്റിൻ്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ മൊബൈൽ ഫോൺ ഉണ്ടാവും. ആ സ്പെഷ്യൽ മൊബൈൽ ഫോണിൽ നിന്നും ഈ മൊബൈൽ ഫോണിലേക്ക് ഒരു SMS വരും. അതായത് പേയ്മെൻറ്റ് കൺഫേം ചെയ്യാനുള്ള ഒരു SMS വരും. ആ SMS നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിന്നും സ്റ്റോർ ചെയ്തിട്ടുള്ള പൈസ മെർച്ചൻറ്റിൻ്റെ ആ മൊബൈലിലേക്ക് ക്രെഡിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഇവിടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ മൊബൈൽ ടു മൊബൈലാണ് പേയ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ മൊബൈൽ ഫോണിനകത്ത് നമ്മുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് നമ്മുടെ സിം കാർഡിൽ ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് മൊബൈൽ ഫോൺ SMS വഴിയാണ് ഇവിടെ പേയ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഷോപ്പിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ക്യാഷ് ഡയറക്റ്റ് യൂസ് ചെയ്യാതെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് MCHQ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്വിക്കാണ്. ഇൻ്റർനെറ്റിനേക്കാളും കുറച്ചും കൂടി ക്വിക്കായിട്ട് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ SMS വഴി ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ചെറിയ ചെറിയ പേർച്ചേസുകൾ വേണമെങ്കിലും ഇത്തരം MCHQ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ചെയ്യാം. എത്ര ചെറിയ എമൗണ്ടിൻ്റെ പേർച്ചേസ് ആണെങ്കിൽ കൂടി നമുക്കിത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മെർച്ചൻ്റ്, അതായത് ഷോപ്പ് ഉടമകൾ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് MCHQ പ്രോഡക്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പോയിൻ്റ് ഓഫ് സെയിൽ ടെർമിനലൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ MCHQ പ്രോഡക്റ്റിൻ്റെ കേസിൽ അങ്ങനെ പോയിൻ്റ് ഓഫ് സെയിൽ ടെർമിനലോ ഒന്നും ആവശ്യമില്ല. കുറച്ചും കൂടി എളുപ്പമാണ് മെർച്ചൻസിന് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇന്ത്യയിൽ MCHQ പ്രോഡക്റ്റ് അത്ര പോപ്പുലർ അല്ല. ഇന്ത്യയിൽ MCHQ പ്രോഡക്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ കൊണ്ടുവരുന്നത് ICICI ബാങ്കാണ്. ഓക്കെ, ICICI ബാങ്ക് എയർടെലുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് MCHQ പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ICICI ബാങ്കിൻ്റെ കസ്റ്റമേഴ്സും അതേസമയം എയർടെലിൻ്റെ കസ്റ്റമേഴ്സുമായിട്ടുള്ള ആൾക്കാർക്ക് MCHQ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, മറ്റുള്ള ബാങ്കുകൾ തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് ICICI ബാങ്കാണ് കൊണ്ടുവരുന്നത്. അത്ര പോപ്പുലർ ആയിട്ടില്ല ഇന്ത്യയിൽ ഇതുവരെ. ഇത്രയുമാണ് MCHQ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തതായി നമുക്ക് ടെലിഫോൺ ബാങ്കിങ്ങിനെ കുറിച്ച് പഠിക്കാം. ടെലിഫോൺ ബാങ്കിങ് എന്ന് പറയുന്നത് ബാങ്കിൽ പോവാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ടെലിഫോണിൻ്റെ സഹായത്തോടു കൂടി ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതായത് ബാങ്ക് ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യും, ഒരു ടോൾ ഫ്രീ നമ്പർ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യും. ആ നമ്പറിൽ ഡയൽ ചെയ്തുകൊണ്ട് നമുക്ക് ബാങ്കിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് സംസാരിച്ചിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ഫോൺ ആൻസറിങ് ഫെസിലിറ്റി ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. അതുവഴി നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബാങ്കിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് ലൈവായിട്ട് സംസാരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ടോൾ ഫ്രീ നമ്പറിൽ ഡയൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഫോൺ ആൻസറിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ പറയുന്ന ഓപ്ഷൻസിനനുസരിച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ സർവീസസ് ആണ് സാധാരണ ഈ ടെലിഫോൺ ബാങ്കിങ്ങിലൂടെ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. നമുക്ക് ബാങ്കിൻ്റെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടും ഈ ടെലിഫോൺ ബാങ്കിങ്ങിലൂടെ. അവർ തരുന്ന നമ്പറിൽ നമ്മൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൻ്റെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ ചെക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ അക്കൗണ്ടിൽ എത്ര ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാങ്കിന് എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട്, എവിടെയൊക്കെ ATMs ഉണ്ട്, ഇങ്ങനെയുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ചെക്ക് ബുക്കിന് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും, മെയിൽ വഴി സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു തരാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും, ATMൻ്റെ പിന്ന് റീജനറേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് മാറ്റാനുള്ള റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ATM കാർഡ് ബ്ലോക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ID ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പല ഫെസിലിറ്റീസ് ടെലിഫോൺ ബാങ്കിങ്ങിലൂടെ അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ അവരുടെ നമ്പറിൽ ഡയൽ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്പറിൽ ഡയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രാഞ്ചിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് ലൈവായിട്ട് സംസാരിക്കുകയോ, അല്ലെങ്കിൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓട്ടോമാറ്റഡ് ഫോൺ ആൻസറിങ്ങിലൂടെ നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുകയോ ചെയ്യും. നെക്സ്റ്റ് ഈസ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ മെത്തേഡാണ്. അതായത് നമ്മൾ ബാങ്കിൽ പോവേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏകദേശം എല്ലാ ബാങ്കിങ് ട്രാൻസാക്ഷൻസും നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബാലൻസ് ഉള്ള ഒരു ആക്റ്റീവായിട്ടുള്ള അക്കൗണ്ടാണ്.
ആക്റ്റീവായിട്ടുള്ളൊരു ബാങ്ക് അക്കൗണ്ട് വേണം. അതുപോലെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ. അതുപോലെ കസ്റ്റമറുടെ യൂസർ ഐ ഡി വേണം. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു യൂസർ ഐ ഡി ഉണ്ടാവും, ആ യൂസർ ഐ ഡി വേണം. അതുപോലെ ഒരു പിൻ നമ്പർ ബാങ്ക് പ്രൊവൈഡ് ചെയ്യും, ആ പിൻ നമ്പർ വേണം. അതുപോലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണോ വേണം ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണം, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ വേണം, യൂസർ ഐ ഡി വേണം, അതുപോലെ പിൻ നമ്പർ വേണം, പേഴ്സണൽ കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ വേണം, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് എല്ലാ ദിവസവും അവൈലബിൾ ആണ്, എല്ലാ സമയത്തും അവൈലബിൾ ആണ്, 24/7 ആണ്, 24 മണിക്കൂറും എല്ലാ ദിവസവും അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഇറ്റ് അലോസ് ഈസി ഫണ്ട് ട്രാൻസ്ഫർ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ടു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ കൺവീനിയൻറ്റ് മെത്തേഡ് ഫോർ കണ്ടക്ടിങ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ ദ കസ്റ്റമേഴ്സ് ക്യാൻ ഈസിലി ട്രാക്ക് ദെയർ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി വിത്ത് ജസ്റ്റ് എ ഫ്യൂ ക്ലിക്സ്. നമ്മളുടെ ട്രാൻസാക്ഷൻ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇറ്റ്സ് എ സെക്യൂർ ആൻഡ് റിക്വയർ എ പാസ്വേഡ് ഫോർ ആക്സസ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് വളരെ സെക്യൂർ ആണ്. കാരണം നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പാസ്വേഡ് വേണം, നമ്മൾക്ക് മാത്രം അറിയുന്ന ഒരു പാസ്വേഡ് ഉണ്ടാവും, അത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സെക്യൂർ ആണ്. ആൻഡ് ദർ ഈസ് നോ നീഡ് ടു വിസിറ്റ് ദ ബാങ്ക് ഫിസിക്കലി. നമുക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഏത് സമയത്തും എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ മോസ്റ്റ് ഓൺലൈൻ ബാങ്ക്സ് ലോഗ് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് ഇൻആക്ടിവിറ്റി. അതായത് നമ്മൾ ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം തന്നെ അത് യൂസ് ചെയ്യാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി ബാങ്കുകൾ നമ്മുടെ ആ ഓപ്പൺ ചെയ്തത് ലോഗ് ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ അടുത്ത് ചിലപ്പോൾ ബ്രേക്ക് എടുത്തു എന്ന് വിചാരിച്ചോ, ലോഗ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ ബാങ്ക് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ലോഗ് ഓഫ് ചെയ്യാറുണ്ട്. ദെൻ through internet banking we can perform other non-financial activities also like ordering a checkbook or checking balance. ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും, ചെക്ക് ബുക്കിന് ഓർഡർ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസ് കൂടി നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു ടെക്നോളജി പരിചയപ്പെടാം, ദാറ്റ് ഈസ് ഇ പേഴ്സ് അഥവാ ഇലക്ട്രോണിക് പേഴ്സ്. It's a store of value on a card which can be used in a manner similar to cash to pay for travel or for other small scale transactions. അതായത് നമ്മൾ സാധാരണ ട്രാവൽ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ നമ്മൾ കയ്യിൽ ക്യാഷ് കരുതാറുണ്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ക്യാഷ് അങ്ങനെ കരുതുന്നതിനേക്കാളും ഉപരി അല്ലെങ്കിൽ ക്യാഷിന് പകരമായിട്ട് നമുക്ക് എമൗണ്ടൊക്കെ ഒരു കാർഡിലോട്ടേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ കാർഡ് നമുക്ക് പേഴ്സ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫെസിലിറ്റിയാണ് ഇലക്ട്രോണിക് പേഴ്സ് എന്ന് പറയുന്നത്. We can store the value on a card which can be used in a manner similar to cash to pay for travel or for other purposes. അടുത്തതായി നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാം, ദാറ്റ് ഈസ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് UPI. അപ്പോൾ നിങ്ങളെല്ലാവരും ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇതുപോലെയുള്ള മൊബൈൽ ആപ്പുകളൊക്കെ യൂസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരായിരിക്കും. നമുക്ക് നോക്കാം എന്താണ് UPI എന്ന്. UPI എന്ന് പറയുന്നത് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ്റർഫേസ് ആണ്. 2016 ഓഗസ്റ്റ് 23 UPI ലോഞ്ച് ചെയ്യപ്പെട്ടത്. അപ്പോൾ എന്തിനാണ് UPI യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊബൈൽ ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഏത് സമയത്തും എവിടേക്കും മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് UPI യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് മണി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഏത് സമയത്തും എവിടേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റൻ്റ് ആയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും UPI യൂസ് ചെയ്താൽ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സിംഗിൾ മൊബൈൽ ആപ്പിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ പേ ആണെങ്കിൽ, ഗൂഗിൾ പേ ആപ്പാണെങ്കിൽ ഗൂഗിൾ പേ ആപ്പിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്ക് എവിടെയുള്ള ബ്രാഞ്ചിലേക്ക് വേണ്ടിയിട്ടും ഏത് സമയത്ത് വേണമെങ്കിലും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് അതിനൊരു പാസ്വേഡ് ഉണ്ടായിരിക്കും. ആ പാസ്വേഡ് അല്ലെങ്കിൽ ഒരു പിൻ നമ്പർ ഉണ്ടാവും. ആ പിൻ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് അക്കൗണ്ടിലേക്ക് വേണമെങ്കിലും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 2016 UPI ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്.
ഇനിയും കുറച്ചും കൂടി ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് പഠിക്കാനുണ്ട്. അത് അടുത്തൊരു വീഡിയോയിലൂടെ പഠിക്കാം. ഈ ടോപ്പിക്കോട് കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.